ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വികാരത്തെക്കുറിച്ചാണ്. വേറൊന്നുമല്ല, തോൽക്കുമെന്നുള്ള പേടി. സത്യം പറഞ്ഞാൽ നമ്മുടെ എത്ര സ്വപ്നങ്ങളാണ് ഈ ഒരു പേടി കാരണം പാതി വഴി നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ളത്. ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിക്കും, ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തണം എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കാൻ പറ്റും, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്താൽ നടക്കൂ, നാട്ടുകാരെന്ത് വിചാരിക്കും, പാതി വഴിയിൽ ഞാൻ നിർത്തേണ്ടി വരുമോ, അല്ലെങ്കിൽ വീട്ടുകാർക്ക് മുമ്പിൽ ഞാൻ ഒന്നും അല്ലാതാവോ, കൂട്ടുകാരെ കളിയാക്കുമോ എന്നൊക്കെ. ഈ ചിന്തകൾ നമ്മളെ അവിടെ തന്നെ തളച്ചിടുകയോ ചെയ്യും. നമ്മൾ പണ്ട് മുതലേ കേട്ട് വളർന്ന അല്ലെങ്കിൽ പഠിച്ചു വെച്ചിരിക്കുന്ന വിജയം മാത്രമാണ് ശരിയെന്ന്. പരാജയപ്പെടുന്ന എന്തോ വലിയ കുറ്റമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തോറ്റുപോയവരൊന്നും കൊള്ളാത്തവരാണെന്നാണ് നമ്മൾ വിശ്വസിച്ചു പോയത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഓരോ മനുഷ്യരിലും ആരെങ്കിലും ഉണ്ട് തോൽക്കാത്തവരായിട്ട്? നമ്മൾ കാണുന്ന ഇന്നത്തെ അവരുടെ തിളക്കം മാത്രമാണ്. പക്ഷെ ആ ഓരോ തിളക്കത്തിന് പിന്നിലും അവരുടെ ഓരോ ദിവസവും ഉണ്ടായിട്ടുള്ള കണ്ണീരും എത്രയോ തവണത്തെ വീഴ്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മളെ പോലെ പേടി തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർ ചെയ്ത ഒരേ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് അവർ ആ പേടിയെ മറികടന്ന് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അവർ തോൽവിയെ വിജയത്തിന്റെ വിപരീതമായിട്ടല്ല കണ്ടിട്ടുള്ളത്, അത് വിജയത്തിലേക്കുള്ള പാതയിൽ ഒരു ഗൈഡായിട്ടാണ് കണ്ടിട്ടുള്ളത്. പരാജയം എന്ന് പറയുന്ന ഒന്നിന്റെ ഒരു അവസാനമല്ല, അതൊരു പാഠമാണ്. നമ്മളെവിടെയാണ് തിരുത്തേണ്ടത്, നമ്മളെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, നമ്മളെവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓരോ തോൽവിയും നമ്മളെ പഠിപ്പിക്കും. തോൽക്കാത്ത ഒരാൾക്ക് ഒരിക്കലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയില്ല. കാരണം തെറ്റുകൾ വരുത്തുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, കൂടുതൽ കരുത്തരാകുന്നത്. ഓരോ വീഴ്ചയും നമ്മളെ കരുത്തരാക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ. തോൽക്കാൻ ഭയപ്പെട്ട ഒരിടത്ത് തന്നെ നിൽക്കരുത്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് തുടങ്ങുക. ചിലപ്പോൾ നിങ്ങൾ വിജയിക്കും, ചിലപ്പോൾ തോൽക്കും. പക്ഷെ തോറ്റാലും അത് നിങ്ങളൊരു വലിയ പാഠം പഠിപ്പിക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ, ഗുണമേ ചെയ്യുള്ളൂ. പരാജയം ഒരു ശാപമല്ല, മറിച്ച് അതൊരു അനുഭവമാണ്. ആ തിരിച്ചറിവുണ്ടാണ്. നമ്മൾ വീണു പോകും. വീഴുമ്പോൾ ചിലപ്പോൾ ലോകം ചിരിക്കും, കൂടെയുള്ളവർ ചിരിക്കും. അവർ ചിരിച്ചോട്ടെ, അവരുടെ കാര്യം അതോടെ തീർന്നു. പക്ഷെ നമ്മൾ വീണ്ടെടുത്ത് തന്നെ കിടന്നാലാണ് പ്രശ്നം. നമ്മൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം, വീണ്ടും നടക്കാൻ ശ്രമിക്കുക. കാരണം ലോകം എപ്പോഴും തോൽക്കുന്നവരെയല്ല ഓർക്കുന്നത്, മറിച്ച് എഴുന്നേറ്റ് നടന്ന് വിജയത്തിലേക്ക് എത്തുന്നവരെയാണ് ഓർക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ചെയ്യുക, നിങ്ങൾ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുക, തോൽവികളെ ഭയപ്പെടാതെ ഓരോ ചൂടും ആത്മവിശ്വാസത്തോടെ വയ്ക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും, സാധിക്കും. നിങ്ങൾ തന്നെ വിശ്വസിക്കുക. ശരിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പൊ ടാറ്റ, ബൈ ബൈ.